ഹായ്, ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതിനു മുൻപ് എന്തുകൊണ്ടാണ് റോക്കി സിജോനെ ഇടിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. റോക്കിയുടെ പുറത്ത് വഴക്കിനിടയിൽ സിജോ തൊട്ടു. റോക്കി തൊടരുത് എന്ന് പറഞ്ഞിട്ടും സിജോ തൊട്ടു. എന്റെ പുറത്ത് ധൈര്യമുണ്ടെങ്കിൽ തൊട്ടു നോക്കടാ എന്ന് പറഞ്ഞിട്ടും സിജോ ആ ധൈര്യം കാണിച്ചു, പുറത്ത് തൊട്ടു. റോക്കി തിരിച്ച് നല്ല ഇടി വെച്ചു കൊടുത്തു. ശരിക്കു പറഞ്ഞാൽ സിജോയ്ക്കായിരുന്നില്ല ഈ ഇടി കിട്ടേണ്ടിയിരുന്നത്. അതിനു മുൻപ് തന്നെ ജാസ്മിൻ ചോദിച്ചു വാങ്ങിച്ചേനെ. ഭാഗ്യം കൊണ്ട് ജാസ്മിൻ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മുൻപ് റോക്കിയും ജാസ്മിനും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ജാസ്മിൻ നമ്മുടെ റോക്കിയുടെ പുറത്ത് തൊടുന്നുണ്ട്. അപ്പൊ റോക്കി പറയുന്നുണ്ട്, എന്റെ പുറത്ത് തൊട്ടാൽ ഞാൻ ഇടിക്കുമെന്ന് ജാസ്മിനോട് പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഇടിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റോക്കി പറയുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക് എന്ന് പറയുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ജാസ്മിൻ റോക്കിയുടെ പുറത്ത് തൊട്ടില്ല. തൊട്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടിയേനെ. കാരണം റോക്കി ഉറപ്പായിടിക്കും, അതിലൊന്നും ഒരു തർക്കമില്ല, നമ്മൾ കണ്ട കാര്യമാണ്. റോക്കിയുടെ ഒരു ഇടി കൊണ്ട് സിജോ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. എങ്ങാനും ജാസ്മിൻ ആണ് അത് കിട്ടിയതെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നമ്മൾക്ക് ഈ വീഡിയോസ് ഒന്ന് കാണാം. അതായത് സിജോയ്ക്ക് ഇടി കിട്ടിയതും ജാസ്മിൻ രക്ഷപ്പെട്ടതുമായിട്ടുള്ള 2 വീഡിയോസ് നമ്മൾക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പുറത്തോട്ട് കഴിഞ്ഞാൽ അടിച്ച് കാവാലം പൊടിച്ചളയും. നീ പുറത്ത് തൊട്ട് നോക്കടാ. നീ പുറത്ത് തൊട്ട് നോക്കടാ. നീ പുറത്ത് തൊട്ട് നോക്കടാ. നീ തൊട്ട് നോക്കടാ. പുറത്ത് തൊട്ടല്ല, ഇടിച്ചിരിക്കും ഇടിച്ചിരിക്കും സിജോ. ഞാൻ ഇടിച്ചിരിക്കും ഇടിച്ചിരിക്കും. നീ പുറത്ത് തൊട്ട് നോക്കടാ. നീ പുറത്ത് തൊട്ട് നോക്കടാ. എന്റെ പുറത്ത് നീ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? സത്യം പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടാണ് നമ്മുടെ ജാസ്മിൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. തീർച്ചയായും ഇടി കിട്ടിയേനെ. എന്തോ ജാബ്രിയുടെ പുണ്യമോ എന്തോ ഒരു പുണ്യം ജാസ്മിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കണും അമർത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.